നമസ്കാരം, കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ +1 ക്ലാസ്സിൽ ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളെ ഉദ്ദേശിച്ചുള്ളതാണ്. 6 പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്: സ്ട്രെയിറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻ, സീക്വൻസ് ആൻഡ് സീരീസ്, ബൈനോമിയൽ തിയറം, പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ലീനിയർ ഇൻഇക്വാളിറ്റീസ്. ഈ ചാപ്റ്ററിൽ സാധാരണ കണ്ടുവരുന്നതും വരാൻ സാധ്യതയുള്ളതുമായ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ 23 നമ്മൾ ചെയ്യാൻ പോവുകയാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഫൈൻഡ് ദ സം ഓഫ് ദി സീക്വൻസ് 5 + 55 + 555 + എക്സെട്ര n ടൈംസ്. 6 സ്റ്റെപ്പാണ് ഇതിന് ഉള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, തന്നിരിക്കുന്ന ചോദ്യം Sn = 5 + 55 + 555 + n ടൈംസ് എന്ന് എഴുതുന്നു. 5 വെളിയിലെടുത്ത് കഴിയുമ്പോൾ 1 + 11 + 111 + എക്സെട്ര n ടൈംസ് എന്ന് കിട്ടി. ഒരു 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതുപോലെ തന്നെ 9 കൊണ്ട് ഡിവൈഡും ചെയ്യുന്നു. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5/9 എന്നും ബ്രാക്കറ്റിനകത്ത് 9 ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ 9 + 99 + 999 + എക്സെട്ര n ടൈംസ് എന്ന് കിട്ടുന്നു. ഇതിനെ നമുക്ക് GPയിലോട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി 9 എന്നുള്ളതിനെ 10 - 1, 99നെ 100 - 1, 999നെ 1000 - 1 ഇങ്ങനെ എഴുതുന്നു n ടൈംസ്. 10ഉം അതിൻ്റെ പവേഴ്സുകളൊക്കെ ഒരുമിച്ച് എഴുതിയാൽ 10 + 10² + 10³ + എക്സെട്ര n ടൈംസ് ഉണ്ട്. 1 കൂടെ ചേർന്ന് 2, വീണ്ടും 1 ചേർന്ന് 3, ഇങ്ങനെ n എണ്ണം ചേർന്നപ്പോൾ n. ഇത് ഒരു ജിയോമെട്രിക് പ്രോഗ്രഷനാണ്. ഫസ്റ്റ് ടൈം 10ഉം ഡിഫറൻസ് 10ഉം ആയത്. ഡിഫറൻസ് 10 ആണെങ്കിൽ അതിൻ്റെ സം കണ്ടുപിടിക്കാൻ, അതായത് ഒന്നിൽ കൂടുതലായതുകൊണ്ട് സം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. Sn = a × r⁻n - 1/r−1. ഈ ചോദ്യം പോയിന്റ് ഇട്ടാണ് വരുന്നതെങ്കിൽ ഡിഫറൻസ് 10ൽ കുറവാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ റേഷ്യോ 1ൽ കുറവായതുകൊണ്ട് 1 - r⁻n/1 - r എന്നാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ സമ്മിൻ്റെ അകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. 10 ഇവിടെ കൊടുക്കുന്നു, ആറിൻ്റെ സ്ഥാനത്തും 10 കൊടുത്താൽ 10⁻n, വെളിയിൽ 10 × 10⁻n - 1/10⁻1. അതാണ് ഈ എഴുതിയിരിക്കുന്ന സ്റ്റെപ്പ്. അപ്പോൾ ഇതിൻ്റെ സം കിട്ടി -n. ഇത് ഓപ്പൺ ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ഇത്രയും എഴുതിയാൽ മതി. 10 - 1 ഇവിടെ 9 കിട്ടും. അതാണ് ഈ ലാസ്റ്റ് സ്റ്റെപ്പ്. സീക്വൻസ് ആൻഡ് സീരീസിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യമാണ്. പ്രൂവ് ചെയ്യാനായിട്ട് ചോദ്യം വരാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇഫ് a × 1/b + 1/c, b × 1/c + 1/a, c × 1/a + 1/b are in arithmetic progression, prove that a, b, c are in arithmetic progression. ഇതിന് 4 സ്റ്റെപ്പ് മതി. ആദ്യത്തെ സ്റ്റെപ്പ് തന്നിരിക്കുന്ന കാര്യം അതുപോലെ എഴുതുന്നു. ഗിവൺ a × 1/b + 1/c, b × 1/c + 1/a, c × 1/a + 1/b are in AP. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ കൂടെ എല്ലാ നമ്പേഴ്സിൻ്റെയും കൂടെ ഒരു 1 കൂട്ടുന്നു. അതായത് ഇവിടെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു +1. അടുത്ത സ്റ്റെപ്പ്, ഇവിടെ വെളിയിൽ കിടക്കുന്നത് a ആണ്. അപ്പോൾ a/a എന്ന് 1നെ മാറ്റി. ഇവിടെ b കിടക്കുന്നതുകൊണ്ട് b/b, ഇവിടെ c കിടക്കുന്നതുകൊണ്ട് c/c. ഇതിൽ നിന്ന് കോമൺ ആയിട്ട് a എടുക്കുമ്പോൾ a × 1/b + 1/c + 1/a. ഇത് രണ്ടിൽ നിന്നും b വെളിയിലെടുക്കുമ്പോൾ 1/c + 1/a + 1/b. ഇവിടെ രണ്ടിൽ നിന്നും c വെളിയിലെടുക്കുമ്പോൾ c × 1/a + 1/b + 1/c. എല്ലാ നമ്പേഴ്സിലും കോമൺ ആയിട്ടുള്ളത് ഈ ബ്രാക്കറ്റാണ്. അത് ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ മിച്ചം കിട്ടുന്നത് a, b, c ആർ ഇൻ AP. അടുത്ത ചോദ്യം ഇതാണ്. ഇൻസർട്ട് 2 numbers between 3 and 81 so that the resulting sequence is GP. ഒരു ജോമെട്രിക് പ്രോഗ്രഷനാണിത്. ഇതിനിടയ്ക്കുള്ള 2 നമ്പേഴ്സ് കണ്ടുപിടിക്കണം. 3നും 81നും ഇടയ്ക്ക്. എന്നാൽ അത് GP ആയിരിക്കുകയും വേണം.
ഫസ്റ്റ് ടേം 3, ഫോർത്ത് ടേം തന്നിട്ടുണ്ട് 81. അപ്പോൾ നമുക്ക് ഫോർത്ത് ടേമിന് AR³ = 81 എഴുതാം. A 3 ആണെന്ന് തന്നിരിക്കുന്നു. 3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ R³ 27 എന്നും R = 3 എന്നും കിട്ടും. റേഷ്യോ 3 ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ ടേംസ് കാണാം. 3 × 3 9 × 3 27 × 3 ആണ് 81. അപ്പോൾ നമ്പേഴ്സ് 9ഉം 27ഉം. അടുത്ത ചോദ്യം ഇതാണ്. ഫിഫ്ത്ത് ടേം, ദ ഫിഫ്ത്ത് ടേം, എയ്ത്ത് ടേം, 11th ടേം of a GP are P, Q and S respectively. Show that Q² = PS. ഫിഫ്ത്ത് ടേം എന്ന് തന്നതിന് ഇത് ജോമെട്രിക് പ്രോഗ്രഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിഫ്ത്ത് ടേം AR⁴, എയ്ത്ത് ടേം AR⁷, 11th ടേം AR�10. അവ PQS എന്ന് തന്നിട്ടിരിക്കുന്നതിനാൽ PQS എന്ന് ഇവയെ എഴുതുന്നു. പ്രൂവ് ചെയ്യേണ്ട കാര്യം Q² = PS. Q² മാത്രം കണ്ടുപിടിച്ചാൽ AR⁷², അതായത് A² R⁴. വീണ്ടും റൈറ്റ് സൈഡ് P × S കാണുന്നു. P × S എന്ന് പറഞ്ഞാൽ AR⁴ × AR�10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A² R⁴. ഇപ്പോൾ കിട്ടിയ ആൻസറും ആദ്യം കിട്ടിയ ആൻസറും സെയിം ആണ്, അതായത് Q² = PS. Find the equation of the line passing through the points -1, 1 and 2, -4. ആദ്യത്തെ സ്റ്റെപ്പ് ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് കാണാൻ y2 - y1/x2 - x1, അതായത് -4 - 1 / 2 - -1. ഇത് -5/3. ഇക്വേഷൻ കാണാനുള്ള ലൈൻ്റെ ഇക്വേഷൻ ഇതാണ്. y - y1 = m × x - x1. x1 y1 പോയിൻ്റാണ്. ആ പോയിൻ്റ് ഞാനിവിടെ -1, 1 എന്നെടുക്കുന്നു. അപ്പോൾ y - 1 = സ്ലോപ്പ് -5/3 × x - -1. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും. 3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, -5 അകത്തോട്ട് ഓപ്പൺ ചെയ്തു. y = എന്ന രീതിയിൽ ചോദ്യം ഇക്വേഷൻ മാറ്റിയിരിക്കുന്നു. -5x/3 -2/3. സ്ലോപ്പ് എന്നത് എക്സിൻ്റെ കോയിഫിഷ്യൻ്റായ -5/3 ആണ്. പിന്നെ y ഇൻ്റർസെപ്റ്റ് ആണ് -2/3, അതായത് y ആക്സിൽ ആ ലൈൻ ടച്ച് ചെയ്യുന്നത് -2/3 അപ്പോൾ y = mx + c എന്ന ഫോമിൽ എഴുതിയാൽ സ്ലോപ്പും y ഇൻ്റർസെപ്റ്റും നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം. കൺവേർട്ട് ദ ഇക്വേഷൻ 2x - 3y + 6 = 0 ഇൻറ്റു ഇൻ്റർസെപ്റ്റ് ഫോം. ഇത് സാധാരണ കണ്ടുവരുന്നൊരു ചോദ്യമാണ്. ഇൻ്റർസെപ്റ്റ് ഫോമിലോട്ട് മാറ്റാൻ. ഇൻ്റർസെപ്റ്റ് ഫോം എന്നത് XY ആക്സിസിൽ എക്സ് ആക്സിസിനെയും വൈ ആക്സിനെയും ഏത് പോയിന്റിലാണ് അത് ഇൻ്റർസെക്റ്റ് ചെയ്ത് ആ ലൈൻ പോകുന്നത്, ആ ഡിസ്റ്റൻസ് ആണ് എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റുകളും. ഇതിനെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. കോൺസ്റ്റൻ്റ് ടേം ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ 6 ഇപ്പുറത്ത് വന്നു, -6. അപ്പുറത്ത് 1 ആക്കണമെങ്കിൽ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, -6നെ -6 കൊണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലും സെയിം കാര്യം ചെയ്യുന്നു. 2x/-6 -3y/-6. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ x/-3 എന്നും ഇവിടെ കട്ട് ചെയ്യുമ്പോൾ y/2 എന്നുമായി. എക്സിൻ്റെ ഡിനോമിനേറ്റർ ഉള്ളതാണ് എക്സ് ഇൻ്റർസെപ്റ്റ്, വൈയുടെ ഡിനോമിനേറ്റർ ഉള്ളത് വൈ ഇൻ്റർസെപ്റ്റ്. അതായത് ആ ലൈൻ എക്സ് ആക്സിസിനെ -3ലും വൈ ആക്സിസിനെ 2ലുമാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അതായത് എക്സ് ഇൻ്റർസെപ്റ്റ് -3, വൈ ഇൻ്റർസെപ്റ്റ് 2. ഏഴാമത്തെ ചോദ്യം. Equation of a line is 3x - 4y + 10 = 0. Find a slope intercept form. Slope x and y intercept. 3x - 4y + 10 = 0. ഇതിനെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്നാൽ y = mx + c എന്ന ഫോമിലോട്ട് മാറ്റുകയാണ്. y = mx + c. അതായത് തന്നിരിക്കുന്ന ചോദ്യത്തെ y = ആക്കി മാറ്റുന്നു. 4y റൈറ്റ് സൈഡിലോട്ട് പോയി, മിച്ചമുള്ളത് 3x + 10. അതായത് 4y = 3x + 10. y = എന്ന രീതിയിൽ ചോദ്യം മാറ്റുമ്പോൾ /4 ഇട്ടു. അപ്പോൾ 3x/4 10/4. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് സ്ലോപ്പ്, y ഇൻ്റർസെപ്റ്റ് 10/4. അടുത്തത് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ. സ്ലോപ്പ് 3/4. മൂന്നാമത്തെ ചോദ്യം എക്സ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ്.
അതിന് ആദ്യം നമ്മൾ ചെയ്ത പോലെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു ഈ 10നെ. എന്നിട്ട് 10 എന്താണ് റൈറ്റ് സൈഡിലുള്ളത് ആ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. അതായത് 3x - 4y = -10. അതിനെ -10 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് -10/3 ആണ്, ഇത് -10/4. അതായത് x ഇൻ്റർസെപ്റ്റ് -10/3, y ഇൻ്റർസെപ്റ്റ് 10/4. അടുത്ത ചോദ്യം, reduce the equation √3x + y - 8 = 0 into normal form. നോർമൽ ഫോം എന്നത് എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ = p എന്നതാണ്. അതിന് ചെയ്യുന്ന സ്റ്റെപ്പ് ഇതാണ്. √(a² + b² കൊണ്ട് ഡിനോമിനേറ്ററിൽ ഇടുന്നു. അതായത് കോൺസ്റ്റൻറ്റ് ടേം എന്താണോ അതിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുന്നു. ഇതിൻ്റെ എല്ലാം ഡിനോമിനേറ്ററിൽ എ എന്നത് √3ഉം ബി എന്നത് 1ഉമാണ്. അതിൻ്റെ സ്ക്വയേഴ്സ് കണ്ടിട്ട് ആഡ് ചെയ്ത് റൂട്ട് എടുക്കുന്നു. ആ നമ്പർ ഡിനോമിനേറ്ററിൽ ഇട്ട് കൊടുക്കുക. √(a² + b² എന്ന നമ്പർ ഡിനോമിനേറ്ററിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഈ രീതിയിൽ കിട്ടുന്നു. അതായത് √3x/2 y/2 = 4 എന്ന് കിട്ടി. കോസ് ഒമേഗയാണ് √3/2. അപ്പോൾ ആംഗിൾ 30 എന്ന് കിട്ടും. കോസ് 30 ആണ് √3/2. അതുപോലെ തന്നെ സൈൻ 30 ആണ് 1/2. അപ്പോൾ 30 ഡിഗ്രിയാണ് അവിടുത്തെ ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ആംഗിൾ. പി എന്നത് 4ഉം. അപ്പോൾ ഇക്വേഷൻ നോർമൽ ലൈനോട്ട് മാറ്റി എക്സ് കോസ് 30 + വൈ സൈൻ 30 = 4. രണ്ടാമത്തെ ചോദ്യം, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് 15x + 8y - 34 = 0 ആൻഡ് 15x + 8y + 31 = 0. ഡിസ്റ്റൻസ് നമുക്കറിയാം ഇതൊരു രണ്ട് പാരലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. പാരലൈൻസ് നാം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഈ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റും വൈയുടെ കോയിഫിഷ്യൻറ്റും സെയിം വന്നാൽ അത് പാരലൈൻസ് ആണ്. അങ്ങനെ വന്നാൽ കോൺസ്റ്റൻറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. അതായത് c2 - c1/√(a² + b². 31 ആണ് c2, c1 -34. അപ്പോൾ 31 - -34/√(15² + 8². ഇത് ചെയ്ത് കഴിയുമ്പോൾ 65/√289, അതായത് 65/17 എന്ന് കിട്ടും ഡിസ്റ്റൻസ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ വിത്ത് സെൻറ്റർ -2, 3 ആൻഡ് റേഡിയസ് 4. സെൻറ്ററും റേഡിയസും തന്നാൽ ഇക്വേഷൻ കാണാൻ x - h² + y - k² = r². അതായത് x - -2² + y - 3² = റേഡിയസിൻ്റെ സ്ക്വയർ. ഇത് a - b² പോലെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടുന്നു. അത് അറേഞ്ച് ചെയ്ത് എഴുതി. x² ഉള്ളത്, y², പിന്നെ x ഉള്ളത്, y ഉള്ളത് കോൺസ്റ്റൻറ്റ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് √3x + y = 1 ആൻഡ് x + √3y = 1. ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ tan θ = m2 - m1/1 + m1 m2 എന്ന ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ ആംഗിൾ കിട്ടുന്നതാണ്. ആദ്യത്തെ ഇക്വേഷൻ √3x + y = 1 എന്നത് y = എന്ന രീതിയിൽ ആക്കുന്നു. y = mx + c എന്ന ഫോമിലോട്ട് മാറ്റുമ്പോൾ √3 - √3 എന്ന് കിട്ടുന്നു സ്ലോപ്പ്. അടുത്തത് x + √3y = 1 എന്നത് y = ആക്കി മാറ്റുമ്പോൾ -1/√3x + 1/√3, അതായത് സ്ലോപ്പ് -1/√3 എന്ന് കിട്ടുന്നു. tan θ = m2 - m1/1 + m1 m2 ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആൻസർ tan θ = 1/√3 എന്ന് കിട്ടി. 1/√3 കിട്ടുന്നത് 30ക്കാണ്, അല്ലെങ്കിൽ 150. കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിൽ ഇതാണ് അടുത്ത ചോദ്യം. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ഫോക്കൈ, ദ വെർട്ടിസസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, എസെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഓഫ് ദി എലിപ്സ് x²/36 + y²/16 = 1. ഈ ചോദ്യം പ്രധാനപ്പെട്ടതാണ്. മിക്ക പരീക്ഷയ്ക്കും വരാറുള്ളൊരു ചോദ്യമാണിത്. x²/36 y²/16 = 1 എന്നതിൽ ഡിനോമിനേറ്റർ നോക്കുക. കൂടുതലുള്ളത് ഏതാണോ അത് a², മറ്റേത് b². ഈ x² ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പർ a²ഉം y² ഡിനോമിനേറ്ററിൽ
ബി സ്ക്വയറും. ഇനി അടുത്ത കാര്യം നമ്മൾ അറിയേണ്ട, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈ ഓർഡർ പഠിച്ചു വെക്കുക. എ ബി സി, പിന്നെ ഇ, പിന്നെ ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്റ്റം. എ സ്ക്വയർ എന്നത് എക്സ് സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററുള്ള 36 ആണ്, അതായത് വലിയ നമ്പർ. അപ്പം എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 36, ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 16. അവിടെ നിന്ന് എ 6 എന്നും ബി 4 എന്നും കിട്ടി. ഉടൻ തന്നെ സി കാണുക. സി കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് റൂട്ട് ഓഫ് 36 മൈനസ് 16 റൂട്ട് 20. ഈ ആണ് ഇസെൻട്രിസിറ്റി. ഇസെൻട്രിസിറ്റി കാണാൻ സി ബൈ എ ചെയ്താൽ മതി. സി റൂട്ട് 20 ബൈ 6. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതാം. ആദ്യം ഫോക്കൈ ആണ്. ഫോക്കൈ പ്ലസ് ഓർ മൈനസ് C0 ഇവിടെ വരുന്ന നമ്പറാണ്. ഇനി ഈ പടം വരയ്ക്കാൻ അറിയണം. പടം വരയ്ക്കുന്നത് ഇങ്ങനെ, എക്സ് സ്ക്വയർ ബൈ 36. അപ്പോൾ ഡിനോമിനേറ്ററിൽ 6 സ്ക്വയർ ആണ് എക്സിൻ്റെ ഡിനോമിനേറ്റർ. അപ്പോൾ എക്സ് ആക്സിസിൽ -6ഉം +6ഉം. വൈ സ്ക്വയർ ബൈ 4 സ്ക്വയർ ആണിത്, അതായത് വൈ ആക്സിസിൽ 4ഉം -4ഉം. ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ച് കഴിയുമ്പോൾ റഫ് ഫിഗർ മതി. വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് എലിപ്സ്. ഇത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ചെറുത്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 12ഉം മൈനർ ആക്സിസ് 8ഉം. ഇതിൻ്റെ വെർട്ടിസസ് ആണ് ഇത് രണ്ടും, 60ഉം -60ഉം. ഇതിൻ്റെ ഫോക്കസ് ഇവിടെ വരും. നമുക്ക് നോക്കാം. ഫോക്കസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് 20, വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് A0. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 12 2A ആണ്, 2B അതായത് മൈനർ ആക്സിസ് 8. എസെൻട്രിസിറ്റി റൂട്ട് 20 ബൈ 6. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2B സ്ക്വയർ ബൈ എ എന്ന ഇക്വേഷൻ പഠിക്കണം. അപ്പോൾ 2 × 4 സ്ക്വയർ ബൈ 6 ഇസ് ഈക്വൽ ടു 32 ബൈ. അടുത്ത ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് വിത്ത് വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് 60 ആൻഡ് ഫോക്കൈ പ്ലസ് ഓർ മൈനസ് 40. ഈ ചോദ്യവും 3 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. എ 6ഉം സി 4ഉമാണ് ഇവിടെ. അപ്പോൾ ബി കണ്ടുപിടിക്കാൻ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ റൂട്ട് 20 എന്ന് ബി കിട്ടും. അതായത് നമുക്ക് ബി സ്ക്വയർ മതി 20. ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് എക്സ് സ്ക്വയർ ബൈ, ഇവിടെ നോക്കുക എ ആണ്, ഏത് ആക്സിസിലാണ് ഇത് കിടക്കുന്നത് നോക്കുക. ആദ്യം തന്നിരിക്കുന്ന നമ്പർ, അതായത് ഫോക്കസും വെർട്ടിസസ് വരുന്നത് നോക്കുക 6 0. അപ്പം y കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് എക്സ് ആക്സിസിലാണ് ഇതിൻ്റെ വെർട്ടിസസ്. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 36, അതായത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന ഇക്വേഷനിൽ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 14ാമത്തെ ചോദ്യം ഇതാണ്. ഇൻസേർട്ട് 6 അരിത്തമെറ്റിക് മീൻസ് ബിറ്റ്വീൻ 3 and 24. ഇങ്ങനെ വരുന്ന ചോദ്യത്തിന് ഒരു എളുപ്പ വഴിയാണ് ഡി കാണാൻ b മൈനസ് എ ബൈ n പ്ലസ് 1 എന്ന് പഠിച്ചാൽ. ബി എന്നത് 24ഉം എ എന്നത് 3ഉം. ഇവ തമ്മിൽ കുറയ്ക്കുന്നു. ബി മൈനസ് എ 24 മൈനസ് 3 21 ബൈ എത്ര എണ്ണം വേണോ അതിനേക്കാൾ 1 കൂട്ടി ഡിവൈഡ് ചെയ്യുക. അതായത് 6 എണ്ണം വേണം. 6 + 1 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 21/7 3 എന്ന് ഡിഫറൻസ് കിട്ടി. 3 ഡിഫറൻസ് കിട്ടിയാൽ 3 കൂട്ടി എഴുതിയാൽ മതി. 3 6 9 12 15 18 21. അടുത്ത 15ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ഫോക്കസ്, ആക്സിസ് ഓഫ് പരാബോള, ദ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 12x. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax എന്ന രീതിയിലാണ്. അപ്പോൾ 4a ഇസ് ഈക്വൽ ടു 12. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത് എക്സ് ആക്സിസിനെ നോക്കിയാണ്. അതറിയുന്നത് 12x വന്നിരിക്കുന്നതുകൊണ്ട് ഇതാണ് ആക്സിസ് ഓഫ് പരാബോള. ഫോക്കസ് എന്നത് എ നമുക്ക് 3 എന്ന് കിട്ടുമ്പോൾ 3 0 ആണ് ഫോക്കസ്. ആക്സിസ് ഓഫ് പരാബോള എക്സ് ആക്സിസ്. ഇവിടുത്തെ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് x + 3 ഇസ് ഈക്വൽ ടു 0. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a എന്ന് കിട്ടും, അതായത് 12. ആറാമത്തെ ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് x⁵5 ഇൻ x + 3 ഹോൾ റേസ് ടു 8. ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. കോഎഫിഷ്യൻ്റ് കാണാൻ ചോദിക്കും. അപ്പോൾ നമുക്കറിയാം അതേ ഇക്വേഷൻ TR + 1 = NCR a⁻n - r b⁻r. അതിൽ 8 എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്.
ആർ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 3. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഈ x⁵5 ആദ്യത്തെ നമ്പറിൻ്റെ പവർ 5 വന്നു. അപ്പം മിച്ചമുള്ളതിന് സെക്കൻഡ് നമ്പറായിട്ടുള്ള 3 അതിൻ്റെ പവർ 3 എണ്ണം വരണം. ടോട്ടൽ 8 വരാവുള്ളൂ. അപ്പോൾ r = 3. അപ്പോൾ TR+1 ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് 3 എന്നിട്ടാൽ T4 = 8C3. 8 എന്ന് പറയുന്നത് n. x⁵5 3⁵3. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 1512 x⁵5 എന്ന് കിട്ടി. അതായത് x⁵5ൻ്റെ കോഎഫിഷ്യൻറ്റ് 1512. കൺസിഡർ ദ എക്സ്പാൻഷൻ 2x - 3⁻6. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, ഹൗ മെനി ടേംസ് ആർ ദെയർ ഇൻ ദ എക്സ്പാൻഷൻ? സെക്കൻഡ്, റൈറ്റ് ദ ജനറൽ ടേം ഓഫ് ദി എക്സ്പാൻഷൻ. തേർഡ്, ഫൈൻഡ് ദ മിഡിൽ ടേം ഓഫ് ദി എക്സ്പാൻഷൻ. ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. പവേഴ്സ് നോക്കുക. 6 എന്നിവിടെ കൊടുത്തിരിക്കുന്നു പവർ. അപ്പോൾ 7 ടേംസ് അതിലുണ്ടാകും. ഒരു എക്സാമ്പിൾ പറയാം. a+b² എന്ന് വന്നാൽ അതിൽ 4 ടേംസ് ഉണ്ടാകും. a+b² ആണെങ്കിൽ അതിൽ 3 ടേംസ് ഉണ്ടാകും. ഈ രീതിയിൽ പവർ 6 ആണെങ്കിൽ 7 ടേംസ് ഇതിനകത്ത് ഉണ്ടായിരിക്കും. രണ്ടാമത്തത്, ജനറൽ ടേം എഴുതാൻ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. TR+1 = NCR a⁻n−r b⁻r. അതിനകത്ത് n എന്നത് 6, r എന്നത് r തന്നെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ജനറൽ ടേം കിട്ടുന്നത്. 6CR 2x⁻6 - r -3⁻r. ഇതാണ് ജനറൽ ടേം. ഇവിടെ മിഡിൽ ടേം കാണാൻ പറഞ്ഞിട്ടുണ്ട്. 6 എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് പവർ 6 എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് ഇതിൽ 7 ടേംസ് ഉണ്ട്. അപ്പം മിഡിലുള്ളത് 4th ടേമാണ്. മിഡിൽ ടേം = 4th ടേം. T4 കാണണം. അതായത് r+1 4. നമ്മുടെ ഇക്വേഷനിൽ TR+1 എന്നതിൻ്റെ സ്ഥാനത്ത് r+1 4 ആകുമ്പോൾ r3 n = 6. ഇത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു. -1�3, 6C3 2x⁻3 3⁻3. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് -4320x³ എന്ന് കിട്ടുന്നു. 10C4 + 10C5 = പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. 2 മാർക്കിന് വരെ ചോദിക്കാം. ഇവിടെ n എന്ന് കിടക്കുന്നത് സെയിം ആണ്. അങ്ങനെ വന്നാൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ n+1 CR+1 എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അതായത് ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. NCR + NCR+1 എന്ന് വന്നാൽ n+1 CR+1 ആയിരിക്കും ആൻസർ. അപ്പോൾ 462 എന്ന് കിട്ടും. അടുത്ത ചോദ്യം ഇതാണ്. 12 persons meet in a room and each shake hands with all the others. Find the total number of shake hands. Number of shake hands 12 പേർ 2 പേർക്ക് വീതമാണ് കൊടുക്കുന്നത്. 2 പേർ വീതമുള്ള ഒരു സെലക്ഷനാണത്. അപ്പോൾ 12C2, അതായത് 12 factorial by 10 factorial into 2 factorial. ആൻസർ 12 × 11 by 2 66. അടുത്ത ചോദ്യം സാധാരണയായി എല്ലാ പരീക്ഷയ്ക്കും വരുന്നൊരു ചോദ്യം തന്നെയാണ്. ഫൈൻഡ് R if 5PR = 2 × 6PR - 1. 5PR എന്നത് 5 factorial by 5 - r factorial എന്ന് എഴുതാം. 2 × 6 factorial by 6 - r - 1. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ 6 - r + 1 വരും. അതായത് 7 - r. അത്രയും ഫാക്ടോറിയൽ. ഇവിടെ ലെഫ്റ്റ് സൈഡ് അതുപോലെ എഴുതി. റൈറ്റ് സൈഡിൽ 6 ഫാക്ടോറിയൽ എന്നത് 6 × 5 ഫാക്ടോറിയൽ എന്നാക്കി. 5 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. 7 - r ഫാക്ടോറിയൽ എന്നതിനെ ഇത് ചെറുതാക്കി 6 - r ഫാക്ടോറിയൽ × 5 - r ഫാക്ടോറിയൽ എന്നിവരെ എഴുതാം. അങ്ങനെ 5 - r ഫാക്ടോറിയൽ രണ്ടിടത്തും ക്യാൻസലായി പോകുമ്പോൾ മിച്ചമുള്ളത് 7 - r × 6 - r = 6 × 2 12. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ 42 - 7r - 6r + r².
ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. 12 ഇപ്പുറത്ത് വന്ന് ഇത് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഈ രീതിയിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ r² മൈനസ് 13r പ്ലസ് 30 ഈസ് ഈക്വൽ ടു 0. രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 30, ഡിഫറൻസ് അല്ലെങ്കിൽ സം 13 വരുന്നത് 10ഉം 3യുമാണ്. അപ്പോൾ r മൈനസ് 10 ഇൻറ്റു r മൈനസ് 3 ഈസ് ഈക്വൽ ടു 0. ഒന്നെങ്കിൽ r10 അല്ലെങ്കിൽ r3. ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത് 3 ആണ്. കാരണം n-നേക്കാൾ ചെറുതാണ് r വരേണ്ടത്. അപ്പോൾ 5p3 ആണ് ശരി. അതുകൊണ്ട് പോസിബിൾ ആയിട്ടുള്ള നമ്പർ r ഈസ് ഈക്വൽ ടു 3. 21ാമത്തെ ചോദ്യം. Find the number of words that can be formed from the letters of the word Malayalam. How many of these arrangements start with Y? ഇങ്ങനെ വരുന്ന ചോദ്യത്തിന് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സിൻ്റെ എണ്ണം നോക്കുക, ആകെയുള്ള നമ്പേഴ്സിൻ്റെ എണ്ണവും നോക്കുക. ആകെയുള്ളത് 9 എണ്ണം. നമ്പേഴ്സ് നോക്കുക. M2, L2, A4. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് കാണാൻ ഇവിടെയുള്ള മൊത്തം എണ്ണം 9 ഫാക്ടോറിയൽ 9 ആണ്. അതിനെ 9 ഫാക്ടോറിയൽ ബൈ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ എണ്ണം ഡിനോമിനേറ്റർ ഇടുന്നു. 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. ഇത് ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 3780 എന്ന് കിട്ടുന്നു. നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് സ്റ്റാർട്ട് വിത്ത് വൈ. അപ്പോൾ വൈ ഫിക്സ് ചെയ്തു. പിന്നെ മിച്ചമുള്ള 8 എണ്ണം. അപ്പോൾ 8 ഫാക്ടോറിയൽ ബൈ ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തത് ഇടുന്നു. ആൻസർ 420 എന്ന് കിട്ടി. അടുത്തത് ഇന്നിക്വാളിറ്റീസ് എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. സോൾവ് ദ ഇന്നിക്വാളിറ്റി 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x മൈനസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഈ ടൈപ്പ് ചോദ്യം സാധാരണ ചോദിക്കാറുള്ളതാണ്. 2 ഇന്നിക്വാളിറ്റീസ് തരുന്നത്. ഇങ്ങനെ തരുമ്പോഴുള്ള എളുപ്പ വഴി എക്സ് ഫ്രീ ആക്കി എടുക്കുക മിഡിലിൽ. അതിന് ചെയ്യുന്നത് ലാസ്റ്റ് ചെയ്തിരിക്കുന്ന ക്രിയ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യം ചെയ്ത് വരിക. ഇവിടെ എക്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 4 കുറച്ചിരിക്കുന്നു. അപ്പോൾ 4 കൂട്ടുക എല്ലാ സൈഡിലും. അപ്പോൾ 2 + 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x മൈനസ് 4 + 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 + 4. അങ്ങനെ 4 ക്യാൻസൽ ആയിപ്പോയി. ഇപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 3 ആണ് കിടക്കുന്നത്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കിട്ടി. അതായത് എക്സ് ബിറ്റ്വീൻ 2 ആൻഡ് 3 അതും ഈക്വൽ ടു കിടക്കുന്നതുകൊണ്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 2, 3. ഇതാണ് സൊല്യൂഷൻ. അടുത്ത ചോദ്യം 3 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ്. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇൻഇക്വാളിറ്റി ഗ്രാഫിക്കലി. 3x + 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12, എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1, വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2. ഇവിടെ 3 ലൈൻസ് ആണ് നമുക്ക് വരയ്ക്കാനുള്ളത്. അതിൽ ഇതിനെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. 3x + 2y = 12. ഇവിടെ നമുക്ക് എളുപ്പ വഴി എക്സും വൈയും നമ്മൾ കോളം വരച്ചതിന് ശേഷം എക്സിന് 0 കൊടുത്താൽ ഈ എക്സ് പോയി മിച്ചമുള്ളത് 2y = 12. അതായത് y = 12/2 6. വൈക്ക് 0 കൊടുത്താൽ 3x = 12. അതായത് x = 12/3 4. അപ്പോൾ വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് 4 എന്നും എക്സിന് 0 കൊടുക്കുമ്പോൾ y 6 എന്നും കിട്ടി. അതായത് 2 പോയിന്റുകൾ നമുക്ക് കിട്ടി ലൈൻ വരയ്ക്കാൻ. വൈ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നതിൽ നമുക്ക് ലൈൻ വരയ്ക്കാൻ ഇത്രയേ ഉള്ളൂ. എക്സ് ഈക്വൽ ടു 1 കൂടി ഒരു ലൈൻ, വൈ ഈക്വൽ ടു 2 എന്നതിന് വൈയിൽ കൂടി ഒരു ലൈൻ എക്സിന് പാരലായിട്ട് നോക്കാം. ഗ്രാഫ് വരയ്ക്കുന്നത് നോക്കുക. ആദ്യത്തെ ലൈൻ 2x + 3y = 12 വരയ്ക്കാൻ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് 0, 6. 0യിൽ നിന്ന് 6 ഹൈറ്റ്. ഈ പോയിൻ്റാണ് 0, 6, 4, 0. ഇവ രണ്ടും ജോയിൻ ചെയ്തിരിക്കുന്നു. x = 1 എന്ന ലൈൻ എക്സ് ആക്സിസിലെ 1ൽ കൂടി വരച്ചിരിക്കുന്നു. y = 2 എന്നത് y ആക്സിസിൽ 2 കൂടെ വരച്ചിരിക്കുന്ന ലൈൻ. ഇനി എങ്ങോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യത്തത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് 12നേക്കാൾ. അപ്പോൾ ആ ലൈൻ മുഴുവൻ താഴോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ രീതിയിൽ നോക്കുക. ഈ ലൈൻ്റെ താഴെയുള്ള ഒരു പോയിൻ്റാണ് 0, 0. ഇതെടുത്ത് ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ 0 + 0 ഈസ് ലെസ് ദാൻ 12. ഇക്വേഷൻ ശരിയായതുകൊണ്ട് അത് ലൈൻ താഴോട്ട്. അതുപോലെ തന്നെ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ എക്സ് ആക്സിസിൽ 1ൽ കൂടെ പോകുന്ന ലൈൻ ഇതാണ്. ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ റൈറ്റ് സൈഡിലോട്ട്.
വൈ ഈസ് ഗ്രേറ്റർ ദാൻ 2, വൈ മുകളിലോട്ട് ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്ന സ്ഥലമാണിത്. ഇതാണ് ഫീസിബിൾ റീജിയൻ. ഈ റീജിയൻ ഷെയ്ഡ് ചെയ്യുക. ഇതാണ് സൊല്യൂഷൻ കിടക്കുന്ന ഏരിയ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.